മീ അഗൈൻ ഗൈസ്, ഇന്ന് ഞാനൊരു വീണ്ടും ഒരു റാൻഡം പ്രോഡക്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ആമസോൺ ഫൈൻസ്. സംഭവം എന്ന് വെച്ചാൽ ഹോം ഡെക്കോർ ഐറ്റമാണ്. 2 സെറ്റ് ഉണ്ട്. ഓരോ സെറ്റിലും 3 ഐറ്റം വെച്ചിട്ടുണ്ട്. ഫ്ലവർ വേസ്, ഗൂജ ഫ്ലവർ വേസ്, അതാണ് ഐറ്റം. കണ്ടാലോ, സെറാമിക് ഐറ്റമാണ്, അതുകൊണ്ട് ഹാൻഡിൽ വിത്ത് കെയർ. തന്നെ ഇതാണ് ആദ്യത്തെ ഐറ്റത്തിൻ്റെ പെട്ടി. ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഒന്ന് പൊട്ടിച്ചായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഉണ്ടെങ്കിൽ അപ്പോൾ റിട്ടേൺ അടിക്കണമല്ലോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മളെപ്പോഴും റിട്ടേൺ ഉള്ള സാധനം നോക്കി വാങ്ങണം. മേ ബി ഇതെല്ലാം ഈ ചെറുകിട വ്യവസായങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണ്. മോശമായിരിക്കുന്നല്ല, ഇൻ കേസ് ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒക്കെ ടൈമിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ വെറുതെ നമുക്ക് നഷ്ടം വരണ്ടല്ലോ. അപ്പോൾ റിട്ടേൺ ഉള്ള സാധനങ്ങൾ നോക്കി വാങ്ങിച്ചാൽ നല്ലതായിരിക്കും. ഇതിൻ്റെ പാക്കിംഗ് എല്ലാം നല്ലതായിരുന്നു. തെർമോക്കോളൊക്കെ വെച്ചിട്ട് നല്ല സേഫായിട്ട് നല്ല ബോക്സിലൊക്കെ ആയിട്ടാണ് പാക്ക് ചെയ്ത് വന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ സംഭവം. 3 സെറ്റ്. ഇവിടെ ഒരു ഗൂജ, ഇവിടെ ഒരു ഗൂജ, ഇവിടെ മറ്റൊരു ഗൂജ. 3 സൈസിലായിട്ടാണ്. ഒരെണ്ണം ഇത്തിരി വലുത്, ഒരെണ്ണം മീഡിയം, ഒരെണ്ണം ചെറുത്. കാണിച്ചു തരാം. ഇതാണ് ആദ്യത്തെ സെറ്റിലെ ഏറ്റവും ചെറിയ ഗൂജ. ഇത് കണ്ടില്ലേ, ഒരു ചണമൊക്കെ കെട്ടി എസ്തെറ്റിക്സിന് വേണ്ടിയിട്ടാണ് ചണം കെട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഫ്ലവർ വേസുകളൊക്കെ ഇടുകയോ അല്ലെങ്കിൽ ചുമ്മാ ഇത് വേണമെങ്കിൽ ഷോ ആയിട്ടും വെക്കാം. ഇത് രണ്ടാമത്തെ ഗൂജ. അതിൽ ഇങ്ങനൊരു ഷേപ്പാണ്. അതിനകത്തും മുകളിലൊരു ചണം കെട്ടിയിട്ടുണ്ട്. ചണം വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചാൽ, പക്ഷേ ചണം ഇരിക്കുന്ന ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു. അതിപ്പോൾ ഇത്തിരി അൺഷേപ്പായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഇത്തിരി ഷേപ്പാക്കി ഒന്ന് അഴിച്ചൊക്കെ വേണമെങ്കിൽ കെട്ടിയാൽ കുറച്ചൊരു ഭംഗിയാവും. അപ്പോൾ അതായിരുന്നു രണ്ടാമത്തെ ഗൂജ, മീഡിയം സൈസ്. ഇനി ഇത് 3ാമത്തെ ഗൂജ. ഇതാണ് ഏറ്റവും വലിയ സൈസ്, 3ാമത്തെ ഗൂജ. ഓക്കെ, ഇനി രണ്ടാമത്തെ സെറ്റ് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇതാണ് അതിൻ്റെ പെട്ടി. നേരത്തെ ഞാൻ കാണിച്ചത് ഒരു ഓഫ് വൈറ്റ് കളറായിരുന്നു കേട്ടോ. ഇത് അടുത്ത പെട്ടി. ഇതിൻ്റെ കളർ ഞാൻ മറന്നുപോയി. അതിന് പക്ഷേ തെർമോക്കോൾ പരിപാടികളില്ല. പകരം അവർ നന്നായിട്ട് ബബിൾ റാപ്പ് ചെയ്തിട്ടാണ് തന്നത്. നന്നായിട്ടാണ് ചെയ്ത്. ഞാനിത് നേരത്തെ ഇളക്കിയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അതേപോലെ കെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചുമ്മാ ചുറ്റി ഡബർ ബാൻഡൊക്കെ ഇട്ട് വെച്ച്. ഇതൊരു വേറെ കളർ. ഈ കളർ എന്താണെന്ന് എനിക്ക് അറിഞ്ഞത്. ഇതിനിപ്പോൾ എന്ത് കളർ പറയും? ഇതൊരു ന്യൂട്രൽ കളർ, ഒരു പേസ്റ്റൽ കളർ എന്നൊക്കെ പറയാം. ഇതിനകത്ത് ഇനി 2 കൂടെ ഉണ്ട്. നിങ്ങൾ ചോദിക്കും എന്താ ഇതിന് ചണമില്ലെന്ന്. ഈ സെറ്റിനകത്തെ ഏറ്റവും ചെറിയ സംഭവമായിരുന്നു ഇത്. അപ്പോൾ ഇതിന് ചണമില്ല, ചെറുതായോണ്ടായിരിക്കും. ഇനി അതിനകത്തെ ഏറ്റവും വലുത് ഇതാണ്. അതിനകത്ത് ഇത് 3 ഏകദേശം സെയിം ഡിസൈനാണ് കേട്ടോ. സെയിം ഡിസൈനിലെ പല സൈസിലുള്ള സംഭവം. അപ്പോൾ ഇതിനകത്തും ചണമുണ്ട്. ഇതെല്ലാം ഈ ചെറുകിട വ്യവസായങ്ങളുടെ സംഭവങ്ങളിൽ നിന്ന് പിന്നെ സംഭവമാണ്. പക്ഷേ നല്ല സാധനം, നല്ല ക്വാളിറ്റിയുള്ള സാധനം. നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ ഷോക്കേസിലൊക്കെ ചുമ്മാ വെച്ചാൽ ഒരു ഭംഗിയാണ്. അല്ലെങ്കിൽ മറ്റേ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഉണ്ടല്ലോ, അതല്ലെങ്കിൽ ഒറിജിനൽ ചെടികൾ വേണമെങ്കിൽ ഇൻഡോർ ചെടികളൊക്കെ ഇതിനകത്ത് വെച്ച് വളർത്താം, ഭംഗിയാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ സംഭവം ഇരിപ്പുണ്ടെന്ന് ഞാൻ വേണ്ട. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്കൊരു ഭംഗിയാക്കിയൊക്കെ ഇങ്ങനെ വെക്കാം. ഇതെല്ലാം ഞാൻ ഒരുമിച്ച് കാണിച്ചു തരാവേ. 1 സെക്കൻഡ്. ഇതാണ് നമ്മൾ ഞാൻ ആദ്യം അൺബോക്സ് ചെയ്ത ആ ഓഫ് വൈറ്റ് കളറിലുള്ള ഡിഫറൻറ്റ് സൈസിലുള്ള ഷേപ്പിലുള്ള ഗൂജകൾ ഒരുമിച്ച് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. കണ്ടില്ലേ, ഭംഗിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്തും സെറ്റ് ചെയ്തൊക്കെ വെക്കാം. ഇതാണ് രണ്ടാമത്തെ സെറ്റ്. ഒരേപോലെ ഇരിക്കുന്ന എന്നാൽ ഡിഫറൻറ്റ് സൈസിലുള്ള ഗൂജകൾ. ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് വെക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. സിമ്പിൾ സാധനങ്ങളാണ്. അത്ര വലിയ പ്രൈസുള്ള സാധനങ്ങളൊന്നുമല്ല. എല്ലാം ഒരു 1400 വരുന്നത്. ഇപ്പോൾ 2 സെറ്റിനും രണ്ട് പ്രത്യേകം പ്രൈസാണ്. ഒന്നിന് ഞാൻ വാങ്ങിച്ചപ്പോൾ 1000-നകത്തും, ഒന്നിന് വാങ്ങിച്ചപ്പോൾ 1400-നകത്തുമാണ്. ഓൺലൈനിൽ സാധനങ്ങളെല്ലാം വാങ്ങുമ്പോഴത്തേക്ക് പ്രൈസ് ഇങ്ങനെ വേരി ചെയ്ത് നിൽക്കും. ആദ്യം പറഞ്ഞ പോലെ റിട്ടേൺ ഉള്ള സാധനങ്ങൾ നോക്കി തന്നെ വാങ്ങുക. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യുകയോ റിട്ടേൺ ചെയ്ത് പൈസ തിരിച്ചു മേടിക്കുകയൊക്കെ ചെയ്യാം. എന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചുമ്മാ ഒന്ന് ഷെയർ ചെയ്തോ. അപ്പോൾ ഓക്കെ, ബൈ.